അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹു ദഖലൽ ജന്ന. അവസാനം വാചകം ലാ ഇലാഹ ഇല്ലല്ലാഹി കഴിഞ്ഞാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചുവെന്ന്. അതുകൊണ്ട് നാം നല്ല തഖ്വയിൽ അധിഷ്ഠിതമായിട്ട് നാം ജീവിക്കുവാൻ നാം ശ്രമിക്കുക. വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. അന്തിമ വിജയം അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവർക്കുള്ളതാണ്, മുത്തഖീങ്ങൾക്കുള്ളതാണ്. അതുകൊണ്ട് നാം ആഖിബത്ത് കിട്ടി മരിക്കുന്നതിനായിട്ട് നാം തഖ്വയിൽ അധിഷ്ഠിതമായിട്ട് നാം ജീവിക്കുവാൻ നാം ശ്രമിക്കുക. തഖ്വൽ ഇലാഹി മദാറു കുല്ലി സആദത്തി. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക എന്നുള്ളത് എല്ലാ വിജയത്തിൻ്റെയും അടിസ്ഥാനമാണ് എന്നാണ് മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നാം തഖ്വയിൽ അധിഷ്ഠിതമായിട്ട് നാം ജീവിക്കുവാൻ നാം ശ്രമിക്കുക. ഒരു മഹാനോട് ഒരു ഷെയ്ഖ് രണ്ടാൾക്കാരോട് പറയുകയുണ്ടായി. ആദ്യത്തെ ആളോട് പറഞ്ഞു, നിങ്ങൾ ആരും കാണാതെ പോയി ഒരു കോഴിയെ അറുത്തു കൊണ്ടുവരാൻ. അപ്പോൾ ആദ്യത്തെ ആൾ എവിടെയോ മറഞ്ഞു നിന്നുകൊണ്ട് ഒരു കോഴി അറുത്തു. അതേസമയം രണ്ടാമത്തെ ആൾ ആരും കാണാതെ അറുക്കുവാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആരും കാണാതെ അറുക്കുവാൻ പറ്റത്തില്ല. കാരണം അല്ലാഹു റബ്ബുൽ ആലമീൻ, ലോകരക്ഷിതാവായ അല്ലാഹു തആല നമ്മളുടെ രഹസ്യ പരസ്യങ്ങളുമെല്ലാം അറിയുന്നവനാണ്. അതുകൊണ്ട് എല്ലാം കാണുന്നവൻ അല്ലാഹു റബ്ബുൽ ആലമീൻ, ലോകരക്ഷിതാവായ അല്ലാഹു തആലയാണ് എന്ന് നാം മനസ്സിലാക്കിക്കൊണ്ട് നാം മഅരിഫത്തുൽ, നാം അള്ളാഹുവിനെ നാം അറിയുവാനും തഖ്വയിൽ അധിഷ്ഠിതമായിട്ട് നാം ജീവിക്കുവാനും നാം ശ്രമിക്കുക. അത് നാം മനസ്സിലാക്കിക്കൊണ്ട് പകൽ സമയത്ത് കിളികൾ അത് ഇറങ്ങി രാത്രി സമയത്ത് വയറ് നിറച്ച് വരുന്നത് പോലെ തഖ്വയിൽ അധിഷ്ഠിതമായിട്ട് നാം ജീവിക്കുവാണെങ്കിൽ അല്ലാഹു തആല നമ്മുടെ എല്ലാ കാര്യങ്ങളും, നമ്മുടെ ഉപജീവനങ്ങളുമെല്ലാം അല്ലാഹു തആല നന്നാക്കി തരുന്നതാണ്. അല്ലാഹു തആല നമുക്ക് തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിക്കുവാനുള്ള മഹാസൗഭാഗ്യം അല്ലാഹു തആല നമുക്ക് നൽകുകയും ചെയ്യുമാറാകട്ടെ.